ഫുൾ സർജറി കഴിഞ്ഞിട്ടുണ്ടോ? കാണുന്ന കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും സർജറി ചെയ്തോന്നുള്ളത് ആരും നമ്മൾ പോയിട്ട് മുക്കി നോക്കാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരു കല്യാണമായിട്ട് മുമ്പോട്ട് പോയത്? പക്ഷേ എനിക്കത് റിഗ്രറ്റുള്ള സംഭവം. ഓ അപ്പം അങ്ങനെയാണല്ലേ. ഇന്ന് എനിക്കും കുറച്ച് ചോദിക്കാണ്ട്. എന്നാൽ തുടങ്ങിയാലോ? നമസ്കാരം. നമ്മുടെ കുറ്റിക്കാട് മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഇടക്കിടക്ക് ഈ കുറ്റിക്കാട്ടിൽ വന്നു പോയിട്ടുള്ള ഏകാതിഥി കുണ്ടന്മാരിൽ കിങ് ജാസി. ജാസി നമസ്കാരം. നമസ്കാരം. സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ നല്ല പൊന്നെ മൂട് വേദന. ജാസി ഇന്റർവ്യൂ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പാട്ടോ? അല്ല എന്താണ് നിങ്ങൾക്ക് അംഗീകരിച്ചാൽ? എൻ്റെ മൂഡ് വേദന അംഗീകരിക്കാൻ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത്? എനിക്ക് ജനങ്ങളോടും പറയാണ്ട് എന്താണ് നിങ്ങൾ എൻ്റെ മൂഡ് വേദന അംഗീകരിക്കാത്തത്? ഇത് അംഗീകരിക്കുന്നത് വരെ ഞാൻ പാടും. ഓക്കെ തൽക്കാലം അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് താങ്കൾക്ക് മാത്രമേ അറിയൂ. എന്തായാലും വളരെ വിഷമത്തോടെ നമുക്ക് ഇൻ്റർവ്യൂവിലോട്ട് കടക്കാം. ഓ കടക്കാം, ഞാൻ റെഡി. അയ്യേ, എന്തായാലും നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് കുണ്ടനായിരുന്ന ജാസി ഇപ്പോൾ ഒരു പെൺവേഷത്തിലേക്ക് മാറാനുള്ള പ്രധാന കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ അതിപ്പോൾ ഏകദേശം 1 വർഷം മുന്നെയാണ് ഞാൻ എൻ്റെ സ്വത്ത് തിരിച്ചറിഞ്ഞത്. സ്വത്തോ? ഏത് കുടുംബ സ്വത്തോ? അല്ല, ഇപ്പോൾ ബിഗ് ബോസിന് ആദില നൂറൊക്കെ പറയുന്നുണ്ടല്ലോ സ്വത്ത്. അത് സ്വത്തല്ല, സ്വത്തം. ആ സ്വത്തം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ നേരെ കടയിൽ പോയി ഒരു ഷേവിങ് സെറ്റ് വാങ്ങിയിട്ട് താടി മീശയൊക്കെ അങ്ങോട്ട് കളഞ്ഞു. പിന്നെ നേരെ പോയത് കൊപ്രക്കളത്തിലോട്ടാണ്. അവിടുന്ന് ഒരു ചാക്ക് ചിരട്ടണ്ട് എടുത്തു, പിന്നെ കുറച്ച് പഞ്ചവർണ്ണ ചുരിദാറും. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഫിറ്റാക്കിയിട്ട് ഒരു റീൽസ് ഇട്ടു. അപ്പോൾ അതിനാണെങ്കിൽ ഒരുപാട് ലൈക്കും സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ കരുതി ഈ കൊലയും തൂക്കിയിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന്. അതുകൊണ്ട് അത് വലിച്ചണ്ട് കെട്ടി ഞാനൊരു ചുരിദാറിണ്ടിട്ട് ഞാൻ പെണ്ണടായി. അങ്ങനെയൊക്കെ കാണിച്ചാൽ പെണ്ണാകൂ? നോക്കൂ, ഇപ്പോൾ തന്നെ താങ്കൾക്ക് മീശയും താടിയൊക്കെ ഉണ്ട്. അതിപ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചപ്പോൾ ഞാനിതൊക്കെ പഠിക്കാൻ മറന്നതാ. കണ്ടില്ലേ, ഇതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. എന്താണ് അംഗീകരിച്ചാൽ? ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ് താങ്കളുടെ നാട്ടുകാർ ഇപ്പോഴും അംഗീകരിക്കാത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ നാട്ടിൽ ഞാൻ മാത്രമേ കുണ്ടനായിട്ടുള്ളൂ. എൻ്റെ നാട്ടുകാർക്ക് കുണ്ടൻ എന്താണെന്നോ ഞാൻ എങ്ങനെ കുണ്ടനായെന്നോ ഒന്നും അറിയില്ല. ഇപ്പം പിന്നെ എല്ലാവരും അംഗീകരിച്ച പോലെ ആരും അധികം എന്നോടൊന്നും പറയാൻ വരില്ല. അപ്പോൾ അത് അംഗീകരിച്ച പോലെയല്ലേ? ഓക്കെ, ജാസി ഇപ്പോൾ ചിരട്ടയും ചുരിദാറൊക്കെ ഇട്ടപ്പോൾ ഒരു പെണ്ണിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഒരു പെണ്ണായി മാറാത്തത്? അതിപ്പോൾ സാമാനം മുറിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം ചെറുപ്പത്തിൽ തലപ്പ് എത്തിയപ്പോൾ തന്നെ ഇമാരി വരുത്താന്നറിയോ. അപ്പോൾ അത് മാത്രം ഞാൻ ചെയ്യൂല. അപ്പോൾ അങ്ങനെയല്ലേ കുറേ പേർ പെണ്ണായി മാറുന്നത്. അപ്പോൾ എന്താണ് അത് ചെയ്താൽ കുഴപ്പം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. ഈ കൊലയും കാത്തിട്ട് വീട്ടിലൊരാൾ ഇരിക്കണ്ടേ, എൻ്റെ ആശി. നിങ്ങളൊരു കാര്യം നല്ലോണം ആലോചിച്ചോളി. ഒരു കോലും കൊണ്ട് മുട്ടി എങ്ങനെ സോട്ടുണ്ടാവുക? അതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാത്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മനസ്സിനെ ബേജാറാക്കാൻ? ഓക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. മാങ്ങ ഒരു ആണാണ്, കാരണം മാങ്ങക്ക് അണ്ടിയുണ്ട്. ഇതിൽ പറഞ്ഞ പോലെ ജാസിക്കും അണ്ടിയുണ്ട്. അപ്പൊ ജാസി ഇപ്പോഴും ആണല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അതെങ്ങനെ ആണാകും? അപ്പൊ ഈ ചിരട്ടിയും ചുരിദാറൊക്കെ താങ്ങി പിടിച്ച് നടക്കണത് വെറുതെ. പിന്നെ അണ്ടി എന്ന് പറയണത് ഇത് പഴയ കാലമൊന്നല്ല. നിങ്ങളൊക്കെ മാറി ചിന്തിക്കണം, എന്നിട്ട് ഇതൊക്കെ അംഗീകരിക്കണം. പിന്നെ കുറേ ആൾക്കാർ ഇപ്പൊ അംഗീകരിച്ചിരിക്കണം. ഓലൊക്കെ എന്നെ അണ്ടിത്താത്താന്ന് വിളിക്കുക. അത് കേൾക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു സുഖം. നിങ്ങളൊക്കെ എന്നെ അത് വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്താ ജാസി, വല്ല ഉറുമ്പ് എന്തെങ്കിലും കയറിയോ? അതല്ല, ഇത് ചിരട്ട വെച്ചിട്ട് അലർജി ആയതാ. അത് പുതിയ ചിരട്ട വെച്ചാൽ മാറിക്കോളും. എന്നാൽ അധികം നേരം ചൊറിഞ്ഞിരിക്കണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഭർത്താവായിരിക്കുന്ന ആ ഡമ്മിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടായാലോ? എന്നാൽ ധൈര്യമായിട്ട് പാടിക്കോളൂ. എന്നാ പാടാലേ? പൊന്നു സഖി എന്തിനാ? അയ്യോ അത് വേണ്ട. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യോ ജാസി? വേറെ അല്ലേ? ഓക്കെ. നെഞ്ചിനുള്ളിൽ ചിരട്ടേണ്, ചിരട്ടൻ്റെ ഉള്ളിൽ തേങ്ങേണ്, ആ തേങ്ങ കരണ്ടാൻ വരുന്ന ആശിയേ. ആ നെഞ്ചിനുള്ളിൽ ചിരട്ടേണ്, ചിരട്ടൻ്റെ ഉള്ളിൽ തേങ്ങേണ്, ആ തേങ്ങ കരണ്ടാൻ വരുന്ന ആശിയേ. തല്ലിയിട്ടും കുത്തിയിട്ടും കൊതി തീരും മുമ്പേ നീ കാലിൽ പിടിച്ച് നീ കരഞ്ഞില്ലേടാ. തല്ലിയിട്ടും കുത്തിയിട്ടും കൊതി തീരും മുമ്പേ നീ കാലിൽ പിടിച്ചു നീ കരഞ്ഞില്ലേടാ. ചവിട്ടും കുത്തും കിട്ടിയതാണ്, മോന്തക്ക് 10 തന്നതാണ്, കിട്ടിയതൊന്നും മറക്കല്ല ആശിയേ. ഓർക്കുക
നെഞ്ചിനുള്ളിൽ ചിരട്ടേണ്, ചിരട്ടന്റെ ഉള്ളിൽ തേങ്ങേണ്, തേങ്ങ കരണ്ടാൻ വരുന്ന ആശിയേ, ആശിയേ. ഇത് മാത്രം കേട്ടാ മതി, എന്റെ ആശ എവിടെയും പോകൂല. ഓ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും നിങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് നീ ഒരു കുണ്ടൻ തന്നെയാണെന്നാണ്. അല്ല, ഞാൻ കുണ്ടനല്ല. തന്നെ താങ്കൾ നല്ല ഒന്നാം തരം കുണ്ടനാണ്. നീയാണ് കുണ്ടൻ. വെറുതെ കുണ്ടനെ വിളിച്ചു വരുത്തിയിട്ട് കുണ്ടാന്ന് വിളിക്കുന്നോ? ഒന്ന് പോടോ താനും തന്റെ ഇന്റർവ്യൂ. നീ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്താൽ മതി. ഞാൻ എന്നെ അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അയ്യോ എന്താ ജാസി. അപ്പൊ അങ്ങനെ ആ കുണ്ടൻ പിണങ്ങി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും ഇവനെ പോലുള്ള കുണ്ടന്മാരൊന്നും ഇത് നിർത്താൻ പോണില്ല. അപ്പൊ പിന്നെ നമ്മളെന്തിനാ നിർത്തണേ? അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്വന്തം നിയാസ്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.